അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നല്ലൊരു ബിരിയാണി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട്, അതായത് കുറച്ച് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അധികം മസാലയൊന്നും ചേർക്കാത്ത നല്ലൊരു ബിരിയാണിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, അതുപോലെ പച്ചമുളക്, ഇത് മൂന്നും കൂടി എടുത്തിട്ട് എന്ത് ചെയ്യുക, ചതച്ചെടുക്കുക. പേസ്റ്റ് ആക്കേണ്ട, ചതച്ചാൽ മതി. ഒരു പാത്രം എടുത്തിട്ട് നമ്മളിതിലേക്ക് ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ആ ചതവില്ലേ, അതിന്നൊരു ടീസ്പൂണും, അതേപോലെ 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതിലേക്ക് തൈരോ നാരങ്ങനീരോ ഒന്നും ഒഴിച്ചിട്ടില്ല. കാരണം നമ്മളതൊക്കെ ബിരിയാണി മസാല ഇടുന്നതുകൊണ്ട് ഇതിലതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പരട്ടി അവിടെ മാറ്റി വെക്കുക. ആ നേരത്തെ നമുക്ക് ബിരിയാണിൻ്റെ മുകളിലിടാനുള്ള ഉള്ളിയൊക്കെ റെഡിയാക്കാം. നമ്മൾ പൊരിച്ചിട്ട് ഉള്ളി ഇടൂലേ, അത് അതിന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ എരിഞ്ഞ് റെഡിയാക്കി വെക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന പാൻ, അതായത് ഞാനിതിൽ തന്നെയാണ് ബിരിയാണി ദം ചെയ്യുന്നവരെ ഇതിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് തന്നെ ഈ വെളിച്ചെണ്ണയിൽ തന്നെ എല്ലാം ചെയ്യുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതും, അതായത് ഉള്ളി പൊരിച്ചെടുക്കുന്നതൊക്കെ ഇത് തന്നെയാണ്. ഉള്ളി ഫ്രൈ ആവണ നേരം കൊണ്ട് നമുക്ക് മസാലയിലേക്കുള്ള ഉള്ളി കരിഞ്ഞെടുക്കാം കേട്ടോ. ഇത് ചെറിയ ഉള്ളി ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും. അപ്പം എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇത് ഈ ഫ്രൈ ആണ് ചിക്കൻ പൊരിക്കുന്ന ടൈമിൽ തന്നെ ഉള്ളിലേക്ക് എരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ടൈം അധികം വേസ്റ്റ് ആവില്ല. കൂടെ ഉമ്മയും കൂടി ഉണ്ട് കേട്ടോ സഹായിക്കാൻ. ഉമ്മ വന്ന് ഇടയ്ക്ക് ഉള്ളി എരിയുന്നുണ്ട്, ഓരോ സാധനങ്ങൾ എടുത്ത് തരുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഇളക്കാനൊക്കെ ഉമ്മ ഉണ്ട്. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഇടയ്ക്ക് ഇളക്കി നോക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മുന്തിരിയും കൂടി ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ്. എന്നിട്ട് അത് കോരി മാറ്റി വെക്കുക. അതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെക്കുക കേട്ടോ. ഓവറായിട്ട് ഫ്രൈ ചെയ്യുന്നില്ല, എന്നാൽ അത്യാവശ്യം ആവുന്നുണ്ട് ആ രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബാക്കി പണികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. തക്കാളി അതേപോലെ മല്ലിച്ചപ്പൊക്കെ ഇരുന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പം ചിക്കനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ബാക്കിയുള്ള ചിക്കനും കൂടി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഇതിലേക്ക് തന്നെ ഈ ഒരു മസാല തന്നെയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചതച്ച് വെച്ച ആ ചതവ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. അഥവാ എണ്ണ ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ കുറച്ചും കൂടി എനിക്ക് ഇല്ലാന്ന് തോന്നിയപ്പം കുറച്ചും കൂടി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മസാലയിലേക്ക് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ചോറ് വെക്കുമ്പോൾ അതിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യാം, ഉള്ളിയും ഇഞ്ചിയൊക്കെ കുറച്ചൊന്ന് വാടി വന്നാൽ നമ്മളിതിലേക്ക് വെല്ലുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉമ്മ ഉപ്പെടുത്ത് വന്നാൽ ഇടാൻ വേണ്ടിയിട്ട്, പക്ഷേ ഞാൻ ഇട്ടോളാം എന്ന് പറഞ്ഞപ്പോൾ കൈ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കൈ തന്നാൽ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ, ഇഷ്ടമല്ലാതാവെന്ന് പറഞ്ഞിട്ട് ഉമ്മൻ്റെ കൈ അവസാനം അവിടെ കൊണ്ടുപോയിട്ട് ഞാനാണ് ഉണ്ടാവിട്ട് വരിക കേട്ടോ ചെയ്യണത്. അപ്പം ഉള്ളിയുടെ വാടുന്ന നേരത്ത് നമുക്ക് എന്ത് ചെയ്യാം, ചോറ് റെഡിയാക്കാം. അപ്പം കുക്കർ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതേപോലെ 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഇട്ടിട്ട് അതിലേക്ക് ഉള്ളി, ക്യാരറ്റ്, അതുപോലെ ഏലക്കായ്, ബേ ലീഫ്, കറുവപ്പട്ട, പട്ട, ഇതെല്ലാം എന്ത് ചെയ്യുക, ഗ്രാമ്പൂ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിക്കാം. അതായത് 2.5 കപ്പ് അരിയാണ്, അതായത് 1/2 കിലോൻ്റെ അടുത്തുള്ള അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2.5 കപ്പ് അരി എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഡബിൾ വെള്ളം എന്ത് ചെയ്യുക, അതിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അത് അടച്ച് വെക്കുക. ഇനി നമുക്ക് നമ്മൾ മസാല എന്തായി നോക്കാം കേട്ടോ. അത് തള വരട്ടെ അതുവരെ. അപ്പം ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തക്കാളി വാടി വരേണ്ട ആവശ്യമില്ല. അതിൻ്റെ മുന്നേ നമ്മൾ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, അതായത് 1/2 ടേബിൾ സ്പൂണേ ഉണ്ടാവുള്ളൂ. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അതേപോലെ ബിരിയാണി മസാല, വീട്ടിൽ പിടിച്ച ബിരിയാണി മസാല കേട്ടോ. കുറച്ച് തൈരും കൂടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഈ ചിക്കന് നല്ലോണം സോഫ്റ്റ് ആവണം. നമ്മൾ തൈര് ചേർക്കാതെ പൊരിച്ചിട്ടുള്ള ചിക്കനല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൽ കിടന്നിട്ട് കുറച്ച് നേരം ഒന്ന് വേവണം. അത് നന്നായിട്ട് അടച്ച് വെക്കുക.
അപ്പോൾ ഇതാ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കർ നന്നായിട്ട് അടച്ച് വെക്കുക. ഇടയ്ക്ക് നമ്മൾ മസാല ഇളക്കി നോക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല, മല്ലിയില ഇതും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്നും അടച്ച് വെക്കുക. ഞാനിത് വീഡിയോക്ക് ഒരുപാട് ലെങ്ത്ത് വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു വിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതായത് വീഡിയോ അങ്ങനെ സ്പീഡ് ആക്കിയിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഇതിനെ കുറച്ചൊക്കെ ടൈം എടുക്കുന്ന ടൈപ്പ് തന്നെയാണത്. ആ നേരത്തെ ഒറ്റ വിസിൽ വന്നാൽ കുക്കർ എന്ത് ചെയ്യുക, ഓഫ് ചെയ്യുക. എന്നിട്ട് വിസിൽ ഫുൾ കളഞ്ഞിട്ട് മൂടി തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇളക്കിയത് വെക്കുക. കാരണം ദമ്മിടാനുള്ളതാണല്ലോ. അപ്പോൾ അതിൽ കിടന്നിട്ട് തന്നെ ചോറ് കൂടി പോകും. അപ്പോൾ ഒരു വിസിലൊന്ന് ഓഫാക്കുക. എന്നിട്ട് ആവി ഫുൾ കളഞ്ഞിട്ട് ഒന്ന് ഇളക്കുക. അപ്പോൾ ചോറ് ഏകദേശം ഫുൾ വെന്തിട്ടുണ്ട്. ഇനി ദമ്മിലൂടെ ഇടുമ്പോൾ റെഡി ആയിക്കോളും. അപ്പോൾ അത് മസാല ഒന്ന് ഇളക്കി നോക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ദമ്മിടാം. ഇതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിയില, അതേപോലെ കുറച്ച് അര ടീസ്പൂണ് നെയ്യും നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി വിതറി കൊടുക്കുക. മഞ്ഞൾപ്പൊടി അങ്ങനത്തെ കളറുമായിട്ടൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതൊരു ശരിക്കും പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലായിട്ടുള്ളൊരു ബിരിയാണിയാണ്. അധികം ഓവർ മസാല കാര്യമാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ചോറിട്ട് കൊടുത്തു. ബാക്കിയുള്ള ഉള്ളിയും അതേപോലെ മല്ലിയില, നെയ്യ് ഇതൊക്കെ വിതറിയിട്ട് നന്നായിട്ട് അടച്ച് വെക്കുക. അപ്പം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു 5 മിനിറ്റ് ഞാൻ ചെറിയ ഫ്ലെയിമിൽ വെച്ച് പിന്നെ ഓഫ് ചെയ്താൽ കേട്ടോ. കാരണം മസാലയിലധികം വെള്ളമൊന്നും ഇല്ലല്ലോ, നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ളതല്ലേ, അത്യാവശ്യം വേവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് 1 മണിക്കൂർ മൂടി വെച്ചതിന് ശേഷം തുറന്നിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല അധികം ഓവർ മസാലയൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാലഡ് ഉണ്ടാക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടി ചെറുതാക്കി കക്കിരിക്ക, അതേപോലെ ക്യാരറ്റ്, പച്ചമുളക്, ചെറിയ കഷ്ണം ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് തൈരും ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെക്കുക. ഞാനൊക്കെ പണ്ട് ഈ തൈരിലേക്ക് ഉള്ളി, പച്ചമുളക് മാത്രമേ ഇടലുണ്ടായിട്ടുള്ളൂ. പക്ഷെ അമ്മ പറഞ്ഞു കുറച്ച് നമ്മളിതാ ചിക്കനല്ലേ കഴിക്കണത് ഫുള്ള്, അപ്പം അതിനിടയ്ക്ക് കുറച്ച് പച്ചക്കറിയും കൂടിയും വളരെ നല്ലതല്ലേ എന്നും പറഞ്ഞിട്ട് കക്കരിക്കയും ക്യാരറ്റൊക്കെ എരിഞ്ഞ് അപ്പോഴേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, തൈരിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതേപോലെ നല്ല പച്ചക്കറിയല്ലേ അതും കഴിച്ച് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് മല്ലിയില എരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇടാൻ മറന്നുപോയി. പക്ഷെ സാരമില്ല, നമുക്ക് അടുത്തത് കുറച്ച് ചമ്മന്തി കൂടി ഉണ്ടാക്കാം. അപ്പോൾ തേങ്ങ, പച്ചമുളക്, മല്ലിയില, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് വരാം. അപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ബിരിയാണി ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ്, ഓവർ മസാലയൊന്നും ഇല്ലാത്ത. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്